വിവാദങ്ങൾക്കിടെ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എത്തി. നെറ്റ്ഫ്ലിക്സിന്റെ പിറന്നാൾ സമ്മാനം. നയൻതാരയുടെ ജന്മദിനത്തിലാണ് വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തെന്നിന്ത്യൻ താരസുന്ദരി നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററി സ്ട്രീമിംഗ് ആരംഭിച്ചു. പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലൂടെയാണ് സ്ട്രീമിംഗ്. നയൻതാരയുടെ ജന്മദിനത്തിലാണ് വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഗൗതം വാസുദേവ് മേനോനാണ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത്. ധനുഷ് നയൻതാര വിവാദങ്ങൾക്ക് കാരണമായ നാനും റൗഡിതാൻ സിനിമയുടെ അണിയറ ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെറ്റിൽ വിഘ്നേഷ് താരങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതും നയൻതാരയോട് സംസാരിക്കുന്നതും കാണാനാകും. ചിത്രത്തിന്റെ BTS ദൃശ്യങ്ങളും നിർമ്മാതാവിന് അവകാശപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാട്ടി ധനുഷ് വക്കീൽ നോട്ടീസ് അറിയിച്ചിരുന്നു. തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ തുറന്നു പറയാത്ത വ്യക്തിയാണ് നയൻതാര. അതെല്ലാം ഉൾക്കൊള്ളിച്ചാണ് ഇപ്പോൾ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയിരിക്കുന്നത്. സിനിമാ താരം, ലേഡി സൂപ്പർ സ്റ്റാർ, മകൾ, സഹോദരി, ജീവിത പങ്കാളി, അമ്മ, സുഹൃത്ത് എന്നിങ്ങനെ നയൻതാരയുടെ ജീവിത വേഷങ്ങൾ വീഡിയോയിൽ കാണാനാകും. 2022 വിഘ്നേഷ് ശിവനും നയൻതാരയും വിവാഹിതരായത്. 2015 റിലീസ് ചെയ്ത നാനും റൗഡിതാൻ എന്ന ചിത്രത്തിലാണ് വിഘ്നേഷും നയൻസും ഒന്നിച്ചത്. ഇവിടെ വെച്ച് ഇരുവരും പ്രണയത്തിലാകുകയായിരുന്നു. നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിവാഹം കഴിഞ്ഞ് 2 വർഷങ്ങൾക്കിപ്പുറമാണ് വിവാഹ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. 2022 ഒക്ടോബറിൽ വാടക ഗർഭധാരണത്തിലൂടെ ഉലകം, ഉയിർ എന്നീ 2 ഇരട്ട കുട്ടികളെ ഈ ദമ്പതികൾക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. നവംബർ 16 ധനുഷിനെതിരെ നയൻതാര പരസ്യമായി രംഗത്തെത്തിയത്. നാനും റൗഡിതാൻ എന്ന സിനിമയിൽ നിന്നുള്ള പാട്ടുകളും രംഗങ്ങളും BTS ദൃശ്യങ്ങളും ഉപയോഗിക്കാൻ ധനുഷ് NOC നൽകിയില്ലെന്നാണ് നയൻതാര പറഞ്ഞിരുന്നത്. ചിത്രത്തിന്റെ 3 സെക്കൻഡ് മാത്രമുള്ള BTS വീഡിയോ ഉപയോഗിച്ചതിന് തങ്ങൾക്കെതിരെ ധനുഷ് 10 കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചെന്ന് നയൻതാര പറഞ്ഞിരുന്നു.